രാജ്യത്ത് ഫെഡറൽ സംവിധാനം നിലനിൽക്കണമെങ്കിൽ ബി.ജെ.പിയെ പുറത്താക്കണമെന്ന് എ.ഐ.സി.സി. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന മഹാജനസഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഖാർഗെ ഇടതുപക്ഷത്തിനെതിരെ യാതൊന്നും തന്നെ പറഞ്ഞതുമില്ല. പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച ഖാർഗെ ഫെഡറൽ സംവിധാനത്തെ കേന്ദ്രം തകർത്തുവെന്നും ബി.ജെ.പിയുടെയും നരേന്ദ്രമോദിയുടെയും കൊടി ഉയരാൻ അനുവദിക്കരുതെന്നും ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സ്ത്രീകളും ദളിതരും പിന്നാക്ക വിഭാഗങ്ങളും അനീതി നേരിടുന്നുവെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. കേരളം ജയിച്ചാൽ ഇന്ത്യ ജയിക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിനൊപ്പമുള്ള ഇടതു പാർട്ടികളെ ദേശീയ അധ്യക്ഷൻ വിമർശിക്കാതെ വിട്ടപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത് പിണറായി സർക്കാരിനെതിരായ വിമർശനമായിരുന്നു. കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ അധ്യക്ഷത വഹിച്ചു. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് വി.ടി. സതീശൻ, കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷി തുടങ്ങിയ നേതാക്കൾ മഹാജനസഭയിൽ പങ്കെടുത്തു. ഒരു മാസം മുമ്പ് തൃശൂരിൽ നിന്ന് ബി.ജെ.പി. തുടങ്ങിവെച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കുള്ള രാഷ്ട്രീയ മറുപടി കൂടിയായി കോൺഗ്രസിന്റെ ഈ മഹാജനസഭ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഓരോ ബൂത്തുകളിൽ നിന്നും 3 വീതം ഭാരവാഹികളും മണ്ഡലം മുതൽ എ.ഐ.സി.സി. തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളുമാണ് സമ്മേളനത്തിൽ അണിനിരന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാനാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തൃശൂരിലെത്തിയത്. സംസ്ഥാനത്ത് 25,177 ബൂത്തുകളിൽ നിന്ന് ബൂത്ത് പ്രസിഡന്റ്, വനിതാ വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ 3 പേർ അടങ്ങുന്ന 75,000-ൽ പരം പ്രവർത്തകരും മണ്ഡലം മുതൽ എ.ഐ.സി.സി. തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും മഹാജനസഭയിൽ പങ്കെടുത്തു. കേരളത്തിൽ പോരാട്ടം എൽ.ഡി.എഫുമായി നേരിട്ടാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ. കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യം കേരളത്തിൽ ഇല്ലെന്നും സി.പി.എമ്മുമായി നേരിട്ടുള്ള പോരാട്ടമാണെന്നും കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പറഞ്ഞു. തൃശൂരടക്കം സീറ്റ് പിടിക്കാൻ ബി.ജെ.പി. വലിയ ശ്രമം നടത്തുന്നു എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ബി.ജെ.പി. എൽ.ഡി.എഫ് ധാരണ എന്ന ആരോപണവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.